പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, മിശിഹായുടെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകളും അഭിവാദനങ്ങളും നേരുകയാണ്. കൊറോണ വൈറസിൻ്റെ പശ്ചാത്തലത്തിലാണല്ലോ നമ്മൾ. ധാരാളം രോഗികളും നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ കാര്യമൊക്കെ നമുക്കറിയാം. നമുക്ക് ഈ പശ്ചാത്തലത്തിൽ നമ്മുടെ ദേവാലയങ്ങളൊക്കെ തുറന്നു വരികയാണ്. സ്കൂളുകളും കോളേജുകളും എല്ലാം ഇപ്പോഴും അടഞ്ഞു തന്നെ കിടക്കുന്നു. എങ്കിലും നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ നടക്കുന്നുണ്ടെന്ന് വിവരവും നമുക്കറിയാം. നമുക്കും നമ്മുടെ വിശ്വാസ പരിസ്ഥിതിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് ഓൺലൈനിലൂടെ മതബോധന ക്ലാസ്സുകൾ കൊടുക്കേണ്ടത് ആവശ്യമാണ്. അതിനായിട്ടുള്ള ചില പരിപാടികൾ നമ്മൾ തുടക്കം കുറിക്കുകയാണ്. ഇതിനോടകം തന്നെ നമ്മുടെ സീറോ മലബാർ സഭയുടെ മതബോധന കമ്മീഷൻ്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലുള്ള എല്ലാ മതബോധന ഡയറക്ടർമാരെയും വിളിച്ചുകൂട്ടി കുട്ടികൾക്ക് ക്ലാസ്സുകൾ കൊടുക്കുന്നതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ചില രൂപതകളിലൊക്കെ ഇതിനോടകം തന്നെ ഓൺലൈൻ മുഖേനയുള്ള ക്ലാസ്സുകൾ തുടങ്ങിക്കഴിഞ്ഞു. നമ്മുടെ തലശ്ശേരി അതിരൂപതയിലെ മതബോധന കേന്ദ്രവും ഒപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ശാലോം ടിവിയും സംയുക്തമായിട്ട് നമ്മുടെ വിശ്വാസ പരിസ്ഥിതിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി വ്യത്യസ്തങ്ങളായ സമയങ്ങളിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. അതിനായിട്ട് പ്രഗത്ഭരായ അധ്യാപകർ ഇതിനോടകം തന്നെ ഒരുങ്ങി തയ്യാറായിട്ടുണ്ട് ആ ക്ലാസ്സുകൾ കൊടുക്കുന്നതിനായിട്ട്. ഈ ക്ലാസ്സുകളെല്ലാം ഷൂട്ട് ചെയ്ത് നമ്മുടെ ശാലോം ടി വിയിൽ നിന്ന് യഥാസമയത്ത് നിങ്ങളിലേക്ക് ഇത് എത്തുന്നതാണ്. ഞാൻ ഈ അവസരത്തിൽ ശാലോം ടി വിക്കും ഒപ്പം നമ്മുടെ മതബോധന കേന്ദ്രത്തിൽ പ്രത്യേകം അഭിനന്ദനങ്ങൾ നേരുകയാണ്, കൃതജ്ഞത പറയുകയാണ്. കാരണം ശാലോം ടി വിയിലൂടെ ഇത് വരുമ്പോൾ ധാരാളം പേർക്ക് ഇതൊക്കെ കാണുവാനും കേൾക്കുവാനും ശ്രവിക്കുവാനും സാധിക്കും. കുട്ടികൾക്ക് മാത്രമല്ല, കുട്ടികളുടെ മാതാപിതാക്കൾക്കും ഇത് പങ്കുചേരാൻ സാധിക്കും. പ്രിയമുള്ള മാതാപിതാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിശ്വാസ പരിശീലനം നൽകുക എന്നുള്ളത് നമ്മുടെ അവകാശവും ഒപ്പം നമ്മുടെ കടമയുമാണ്. നമ്മുടെ അവകാശമാണ്. കാരണം നമുക്ക് കിട്ടിയിരിക്കുന്ന വിശ്വാസം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത് അവകാശമാണ്, ഒപ്പം നമ്മുടെ കടമയുമാണ്. അപ്പോൾ ഈ ക്ലാസ്സുകളൊക്കെ ടി വിയിലൂടെ വരുമ്പോൾ മാതാപിതാക്കളും കുഞ്ഞുങ്ങളോട് ചേർന്ന് നിൽക്കണം. അവരെ ആ സമയം കണ്ടെത്തി അതിനായിട്ട് പ്രോത്സാഹിപ്പിക്കണം നിങ്ങൾ. അല്ലെങ്കിൽ കുഞ്ഞുങ്ങളതിൽ തന്നെ വന്ന് കൂടണമെന്നില്ല. പക്ഷേ ഇത് നമുക്ക് ഏറെ ഉപകാരപ്രദമായിരിക്കും, നമ്മുടെയും അവരുടെയും വിശ്വാസത്തെ ആഴപ്പെടുത്തുന്നതിനും വളർത്തിയെടുക്കുന്നതിനും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ സംരംഭത്തിന് എല്ലാവിധ വിജയങ്ങളും നേരുകയാണ്. ഇതിന് നേതൃത്വം കൊടുക്കുന്നവരെയും ക്ലാസ്സിലെത്തുന്നവരെയും ഇതിൽ പങ്കെടുക്കാൻ വരുന്ന കുട്ടികളെയും കുട്ടികളോടൊപ്പം നിൽക്കുന്ന മാതാപിതാക്കളെയും എല്ലാം സ്നേഹത്തോടെ ഓർക്കുന്നു. നല്ല യേശോ തൻ്റെ ആത്മാവിനാൽ നിങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. രക്ഷയുടെ പാതയിൽ എന്ന സീറോ മലബാർ സഭയുടെ വിശ്വാസ പരിശീലന പാഠാവലിയിലെ അവസാനത്തെ 12ാമത്തെ പുസ്തകമാണ് ക്രിസ്തീയ ജീവിതം സഭയിലും സമൂഹത്തിലും വോളിയം 2. കൂട്ടുകാരെ, 12ാം ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ള പുസ്തകം. എന്താണ് ഈ പുസ്തകം പറയുന്നത്? ഈ പുസ്തകം 12 അധ്യായങ്ങളിലൂടെ ഒരു തീർത്ഥയാത്ര നമ്മൾ നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, സമൂഹത്തിലേക്ക് ഇറങ്ങി നമ്മൾ ജീവിക്കുമ്പോൾ ക്രിസ്തുവായി മാറണം, ക്രിസ്തുവിനെ പോലെ ചിന്തിക്കണം, സംസാരിക്കണം, പ്രവർത്തിക്കണം. അതിന് നമ്മളെ പ്രാപ്തയാക്കുക എന്നതാണ് പുസ്തകത്തിൻ്റെ ലക്ഷ്യം. പ്രിയപ്പെട്ട അനുജന്മാരെ, അനുജത്തിമാരെ, ക്രിസ്തുവായി മാറാനുള്ള ശ്രമം നമുക്ക് നടത്താം. 1ാമത്തെ അധ്യായം വിശ്വാസവും ജീവിതവും എന്ന അധ്യായം നമുക്കിന്ന് പഠിക്കാം. 1992 ബാഴ്സലോണ ഒളിമ്പിക്സ് വേദി സ്റ്റേഡിയത്തിൽ 65,000-ലധികം കാണികൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നു. നടക്കാൻ പോകുന്നത് 400 മീറ്റർ ഓട്ടമത്സരം. ഇംഗ്ലണ്ടിൻ്റെ മിന്നും താരം ഡെറിക് റഡ്മണ്ട്, ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന താരം. ഇന്ന് ഉസൈൻ ബോൾട്ട് ശ്രദ്ധിക്കപ്പെടുന്നത് പോലെ ഡെറിക്ക് ശ്രദ്ധിക്കപ്പെടുന്നു. കാരണം
തൊണ്ണൂറ്റിനാലിൽ 400 മീറ്ററിൻ്റെ വേൾഡ് റെക്കോർഡ് അദ്ദേഹം സ്ഥാപിച്ചു. ഒളിമ്പിക്സിൻ്റെ പ്രാഥമിക റൗണ്ടുകളിലും സെമി ഫൈനലിലടക്കം വ്യക്തമായ മുൻതൂക്കത്തോടെ അദ്ദേഹം ഫിനിഷിംഗ് പോയിന്റിൽ തൊട്ടു. മത്സരം ആരംഭിച്ചു. എല്ലാവരും കരുതിയതുപോലെ തന്നെ ഡെറിക്ക് ബഹുദൂരം മുന്നിൽ കുതിക്കുകയാണ്. ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുന്നതിന് ഏതാനും മീറ്ററുകൾക്കപ്പുറത്ത് വെച്ച് അദ്ദേഹം ട്രാക്കിലേക്ക് വീണു. അദ്ദേഹത്തിൻ്റെ കാലിലെ പേശി വലിഞ്ഞ് ട്രാക്കിൽ വീണ് കടന്നു. വേദന കൊണ്ട് പൊളയാണ്. കൂടെ ഓടിയിരുന്നവരൊക്കെ അദ്ദേഹത്തെ കടന്ന് ഫിനിഷിംഗ് ലൈനും കടന്നുപോയി. എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് സ്റ്റേഡിയം നോക്കുമ്പോൾ കാണുന്നത് സ്റ്റേഡിയത്തിൽ നിന്നും ഒരാൾ ബാരിക്കേഡുകളുടെ മുകളിലൂടെ എടുത്തു ചാടി സുരക്ഷാ ഉദ്യോഗസ്ഥരെയൊക്കെ തട്ടിമാറ്റിക്കൊണ്ട് ഡെറിക്കിൻ്റെ അടുത്തെത്തി ഡെറിക്കിനെ എടുത്തു പൊക്കി ചാർത്ത് നിർത്തി. ഡെറിക്കിൻ്റെ അച്ഛൻ റെഡ്മണ്ട്. അദ്ദേഹം ചോദിച്ചു, മോനെ, നിനക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല, നമുക്ക് ഈ ട്രാക്കിൽ നിന്ന് ഇറങ്ങിയാലോ? ഡെറിക്ക് പറഞ്ഞു, അച്ഛാ, 10 വർഷത്തോളമായി ഒരു സ്വപ്നമായിരുന്നത് ഈ ഒളിമ്പിക്സ് മെഡൽ. പക്ഷേ എനിക്ക് സാധിച്ചില്ലെങ്കിലും ഫിനിഷിംഗ് ലൈനിൽ ഒന്ന് ടച്ച് ചെയ്യണം, എൻ്റെ വല്ലാത്തൊരാഗ്രഹമാണ്. അച്ഛൻ പറഞ്ഞു, ഞാൻ നിന്നെ കരങ്ങളിൽ വഹിക്കാം, ഞാൻ നിന്നെ ഫിനിഷിംഗ് ലൈനിൻ്റെ അടുത്തെത്തിക്കാം. അച്ഛൻ അങ്ങനെ ഫിനിഷിംഗ് ലൈനിൻ്റെ അടുത്തേക്ക് ഡെറിക്കിനെ എത്തിച്ചതിന് ശേഷം അച്ഛൻ ഡെറിക്കിനോട് പറഞ്ഞു, മോനെ, ഇനി നീ തനിയെ കടക്കണം, നിന്നെക്കൊണ്ട് പറ്റും. അവൻ ഫിനിഷിംഗ് ലൈനിൽ തൊട്ടു. ദൈവം റെഡ്മണ്ട് വന്നതുപോലെ എൻ്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. എനിക്കൊരു ദുഃഖമുണ്ടായപ്പം, എനിക്ക് വിഷമമുണ്ടായപ്പോൾ, ഞാനൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിലേക്ക് പെട്ട സമയത്ത് ദൈവം എന്നെ ഡെറിക്ക് വന്നതുപോലെ വന്ന് കരങ്ങളിൽ വഹിച്ച സമയങ്ങൾ ജീവിതത്തിൽ ഒട്ടനേകം ഉണ്ടായിട്ടുണ്ട്. ഇതൊന്ന് ഓർത്തെടുക്കണം. അപ്പോഴാണ് വിശ്വാസവും ആ വിശ്വാസം ജീവിതത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ദൈവം എങ്ങനെയാണ് നമ്മുടെ കൂടെ നടക്കുന്നത്, ദൈവം നമ്മളെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ സങ്കീർത്തന പുസ്തകത്തിൽ 139 അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? വിശുദ്ധ ഗ്രന്ഥം നമുക്കിപ്പോൾ വായിച്ച് കേൾക്കാം. സങ്കീർത്തന പുസ്തകം അധ്യായം 139 വാക്യങ്ങൾ 1 മുതൽ 5 വരെ. കർത്താവെ, അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്നു മനസ്സിലാക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു. എൻ്റെ മാർഗങ്ങൾ അങ്ങയ്ക്ക് നന്നായി അറിയാം. ഒരു വാക്ക് എൻ്റെ നാവിലെത്തുന്നതിന് മുൻപ് തന്നെ കർത്താവെ, അത് അവിടുന്ന് അറിയുന്നു. മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു. അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്. ദൈവമായ കർത്താവിന് സ്തുതി. കൂട്ടുകാരെ, ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒരു വാക്കെൻ്റെ നാവിലേക്ക് വരുന്നതിന് മുൻപേ അറിയുന്നവനാണ് എൻ്റെ ദൈവം. എൻ്റെ മുൻപിലും പിൻപിലും ഉണ്ട്. എന്നെ കരങ്ങളിൽ വഹിക്കുന്നവനാണ് എൻ്റെ ദൈവം. വിശ്വാസ ജീവിതത്തിൽ പ്രയാണം നടത്തുമ്പോൾ ഈ വചനം നമുക്ക് വലിയ മുതൽക്കൂട്ടാണ്. സങ്കീർത്തകൻ പറയുന്നത്, ചെറിയ ക്ലാസ്സുകളിൽ 1, 2, 3 ക്ലാസ്സുകളിൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലെ സൃഷ്ടിയുടെ വിവരണം പഠിച്ചതാണ്. വിശ്വാസത്തിലേക്ക് നമ്മൾ വരാൻ വേണ്ടിയാണ് സൃഷ്ടിയുടെ വിവരണത്തിലേക്ക് നമ്മൾ പോകുന്നത്. ആ വിവരണം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം, ഉൽപ്പത്തി 1:26 പറയുന്നു, സൃഷ്ടിയുടെ മകുടമായി മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. എങ്ങനെ സൃഷ്ടിച്ചു? എങ്ങനെ? ദൈവത്തിൻ്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് സൃഷ്ടാവിനെ കണ്ടെത്താനുള്ള, ദൈവത്തെ കണ്ടെത്താനുള്ള അദമ്യമായ ആഗ്രഹമുണ്ട്. ദൈവത്തെ കണ്ടെത്താനുള്ള ആഗ്രഹം എങ്ങനെ മനുഷ്യനുണ്ടായി? എങ്ങനെ മനുഷ്യനുണ്ടായി എന്ന് ചോദിച്ചാൽ ഉത്തരവുണ്ട്. അത് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്ന സമയത്ത് തന്നെ ഹൃദയത്തിൽ നിക്ഷേപിച്ചതാണ് ദൈവത്തെ കണ്ടെത്താനുള്ള ആഗ്രഹം. ഇത് ഒരാൾക്കും ഈ ആഗ്രഹത്തിൽ നിന്നും മോചനം കിട്ടില്ല. അതായത് കണ്ടെത്താതിരിക്കാൻ ഒരു വ്യക്തിക്കും സാധിക്കില്ല. ഇത് ശാസ്ത്രീയമായി വലിയ പഠനങ്ങളൊക്കെ നടത്തിയത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. 1990 ന്യൂറോ സയൻറ്റിസ്റ്റായ മൈക്കൽ പെർസിങ്ങർ, അമേരിക്കക്കാരൻ, അദ്ദേഹം അവതരിപ്പിച്ച ഗോഡ് സ്പോട്ടിനെ കുറിച്ചുള്ള പഠനം. ഒരാൾക്കും ദൈവത്തിൽ നിന്നും അധിക കാലം മാറി നിൽക്കാൻ പറ്റില്ല. ഈ ആഗ്രഹം എപ്പോഴെങ്കിലും പുറത്തേക്ക് വരും. 2, ഭാരതീയനായ VS രാമചന്ദ്രൻ,
97 അദ്ദേഹത്തിൻ്റെ പഠനങ്ങളൊക്കെ നമ്മൾ ഒത്തിരി വായിച്ചതാണ്. ദൈവത്തോട് ചേരാനുള്ള, ദൈവത്തെ കാണാനുള്ള, ദൈവത്തെ കണ്ടെത്താനുള്ള അദമ്യമായ ആഗ്രഹം. സെൻറ്റ് അഗസ്റ്റിൻ ഇതിനെക്കുറിച്ച് പറയുന്നത്, സെൻറ്റ് അഗസ്റ്റിൻ്റെ പഠനം അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ നമുക്ക് കാണാം. ദൈവമേ, നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു, നിന്നിൽ വിലയം പ്രാപിക്കുന്നത് വരെ എൻ്റെ മനസ്സ് അസ്വസ്ഥമായിരിക്കും, ദൈവത്തോട് ചേരുന്നത് വരെ ഞാൻ അസ്വസ്ഥനാണെന്ന് സെൻറ്റ് അഗസ്റ്റിൻ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ കാണുന്നത്, ഇങ്ങനെ ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ്റെ ദൈവാന്വേഷണത്തിന് ഉത്തരം നൽകുന്നത് ആരായിരിക്കും? മനുഷ്യൻ്റെ ദൈവാന്വേഷണത്തിന് ഉത്തരം നൽകുന്നത് ദൈവമാണ്. ദൈവമാണ് ദൈവാന്വേഷണത്തിന് ഉത്തരം നൽകുന്നത്. എങ്ങനെ ഉത്തരം നൽകുന്നു ദൈവാന്വേഷണത്തിന്? ദൈവം തൻ്റെ സൃഷ്ടികളിലൂടെയും സൃഷ്ടവസ്തുക്കളിലൂടെയും ഉത്തരം നൽകുന്നു. ഡോക്ടർ APJ അബ്ദുൽ കലാമിനോട് 9th പഠിക്കുന്ന കുട്ടി ചോദിച്ചു, അങ്ങൊരു സയൻറ്റിസ്റ്റ് ആണല്ലോ, എന്നിട്ടും ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ചോദ്യത്തിന് ഉത്തരം സ്പോട്ടിൽ തന്നെ അദ്ദേഹം പറഞ്ഞു, മോനെ, ഒരു സയൻറ്റിസ്റ്റ് ആയതുകൊണ്ട് എൻ്റെ ദൈവവിശ്വാസം കൂടി. കാരണം ഞാൻ കണ്ടെത്തിയതൊന്നും ഒന്നുമല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ സൗരയൂഥത്തിലേക്ക് നോക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ദൈവത്തെ ഓർത്ത് ഞാൻ സ്തുതിക്കും, ഞാൻ അത്ഭുതപ്പെടും. ഞാൻ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ കാണുമ്പോൾ ഞാൻ അത്ഭുതത്തോടെ നിൽക്കും. ഇതാണ് എൻ്റെ ദൈവം, എൻ്റെ ദൈവം ഇതാണ്. ഇത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. ദൈവം അങ്ങനെ വെളിപ്പെടുത്തുന്നത്, ദൈവം തൻ്റെ വചനത്തിലൂടെയും പ്രവൃത്തികളിലൂടെയും സ്വയം വെളിപ്പെടുത്തുന്നതിനെ ദൈവിക വെളിപാട് അല്ലെങ്കിൽ ദൈവാവിഷ്കാരം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ദൈവാവിഷ്കാരം, ഈ വെളിപാടിൻ്റെ പൂർണ്ണത, ദൈവിക വെളിപാടിൻ്റെ പൂർണ്ണത നമ്മൾ പഴയ നിയമത്തിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് കാണാം. പ്രവാചകന്മാരിലൂടെ വെളിപ്പെടുത്തിയ ദൈവം, രാജാക്കന്മാരിലൂടെ വെളിപ്പെടുത്തിയ ദൈവം. അവസാനം ദൈവത്തെ പൂർണ്ണമായും വെളിപ്പെടുത്തിയത് ആരാണെന്നറിയോ? അവസാനം ദൈവത്തെ പൂർണ്ണമായും വെളിപ്പെടുത്തിയത് കറക്റ്റാണ്, യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവാണ് ദൈവത്തെ പൂർണ്ണമായും വെളിപ്പെടുത്തിയത്. ഹെബ്രായർ 1:2 ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. ഇത് ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ കൃത്യമായും എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാം. എന്താണ് വിശ്വാസം എന്ന് നമുക്ക് കാണാം. വിശ്വാസം ജീവിതമാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്താണ് വിശ്വാസം? ദൈവിക വെളിപാടിന് മനുഷ്യൻ കൊടുക്കുന്ന പ്രത്യുത്തരം അല്ലെങ്കിൽ മറുപടി, അതാണ് വിശ്വാസം എന്ന് പറയാം. ദൈവിക വെളിപാടിന് മനുഷ്യൻ കൊടുക്കുന്ന മറുപടിയാണ് വിശ്വാസം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 142, 143 ഖണ്ഡികകളിൽ വിശ്വാസത്തെ നിർവചിച്ചിട്ടുണ്ട്. ക്രിസ്തുവിലൂടെ തന്നെ പൂർണ്ണമായും വെളിപ്പെടുത്തിയ ദൈവത്തിന് മനുഷ്യൻ സ്വയം സമർപ്പിച്ചുകൊണ്ട് നൽകുന്ന പ്രത്യുത്തരം, അതാണ് വിശ്വാസം. മനുഷ്യൻ സ്വയം സമർപ്പിച്ചുകൊണ്ട് നൽകുന്ന പ്രത്യുത്തരത്തെ വിശ്വാസമെന്ന് സഭ വിളിക്കുന്നു. എങ്കിൽ അടുത്ത ചോദ്യം, പ്രത്യുത്തരത്തിൻ്റെ പൂർണ്ണ രൂപം ആരാണ്? നമുക്ക് ഈ ഫോട്ടോ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. യേശു ക്രിസ്തു കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെയുള്ള യാത്ര. യേശു ക്രിസ്തു എങ്ങനെയാണ് പ്രത്യുത്തരിച്ചതെന്ന് നമുക്കറിയാം. ഈറനടിയും ഇതൊക്കെ കേൾക്കുന്ന സമയത്ത്, 3 ആണികളിൽ കാൽവരിയുടെ വിരിമാറിൽ പിടഞ്ഞു മരിക്കുന്ന സമയത്ത് യേശു ക്രിസ്തു പ്രത്യുത്തരിച്ചത് എങ്ങനെ? യേശു ക്രിസ്തു തൻ്റെ പീഡിപ്പിച്ചവരോട് പോലും ക്ഷമിക്കുന്ന, കുരിശിൽ കടന്ന് ക്ഷമിക്കുന്ന യേശു ക്രിസ്തു പ്രത്യുത്തരത്തിൻ്റെ പൂർണ്ണ രൂപം. എന്നെ, നിങ്ങളെ ഇങ്ങനെ വിശ്വാസിയാക്കി മാറ്റുന്നത് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യുത്തരം കാണുമ്പോൾ തന്നെയാണ്. യേശു ക്രിസ്തു പ്രത്യുത്തരിച്ചത് കാണുമ്പോൾ എനിക്കും പ്രത്യുത്തരിക്കാതിരിക്കാൻ പറ്റാതെ വരും. പ്രത്യുത്തരത്തിൻ്റെ ദൈവിക വെളിപാടിനോട് പ്രത്യുത്തരിച്ചതിൻ്റെ ഉദാത്തമായ 2 മാതൃകകൾ കൂടി നമുക്ക് കാണാൻ പറ്റും. ഒന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അബ്രാഹം എങ്ങനെയാണ് ദൈവിക വെളിപാടിനോട് പ്രത്യുത്തരിച്ചത്? ഒന്നാമത്തെ കാര്യം, അബ്രാഹത്തോട് ദൈവം പറഞ്ഞ സമയത്ത് അബ്രാഹം എല്ലാം ഉപേക്ഷിച്ചു. അബ്രാഹത്തിൻ്റെ ദേശം, അബ്രാഹത്തിൻ്റെ ബന്ധുക്കൾ, അദ്ദേഹത്തിൻ്റെ പിതൃഭവനം ഒക്കെ ഉപേക്ഷിച്ചു. 12-ാം അധ്യായത്തിൽ നമ്മൾ കാണും, അദ്ദേഹം 75-ാമത്തെ വയസ്സിൽ തൻ്റെ ദേശവും പിതൃഭവനവും ഒക്കെ ഉപേക്ഷിച്ച് ഭാര്യ സാറായിയെ കൂട്ടി സഹോദരപുത്രൻ ലോത്തിനെയും കൂടെ കൂട്ടി ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് എങ്ങോട്ടാണെന്ന് പോലും അറിയില്ല യാത്രയായി. ഇതാണ് പ്രത്യുത്തരം അബ്രാഹത്തിൻ്റെ ഒന്നാമത്തെ. അബ്രാഹത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യുത്തരം, ഈ വാഗ്ദത്ത ഭൂമിയിലേക്ക് അബ്രാഹം എത്തിയപ്പോൾ അവിടെ ഒരു വിദേശിയായി, ഒരു തീർത്ഥയാത്രക്കാരനായി. വിദേശി എന്ന് പറയുമ്പോൾ അറിയാം, വിദേശത്ത് വർക്ക് ചെയ്യുന്നവരോട് ചോദിച്ചാൽ ഒരു സെക്കൻഡ് സിറ്റിസൺ. അവിടെ പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മൾ 23-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അബ്രാഹത്തിൻ്റെ ഭാര്യ സാറ മരിച്ച സമയത്ത് ഇവളുടെ ശവം അടക്കാൻ, ശവസംസ്കാരം നടത്താൻ ഒരു സ്ഥലം കിട്ടാത്തതിൻ്റെ പേരിൽ
വിഷമിക്കുന്ന അബ്രാഹത്തെ കാണാം. ഹിത്യരോട് പോയി ചോദിച്ച് അതിനുള്ള അനുമതി വാങ്ങുന്ന അബ്രാഹത്തെ നമ്മൾ അവിടെ കാണുന്നു. പ്രത്യുത്തരത്തിൻ്റെ ഒരു പൂർണ്ണ രൂപമായി നമുക്ക് അബ്രാഹത്തെ കാണാൻ പറ്റും. 3, അബ്രാഹത്തിന് 100 വയസ്സായി. സാറയ്ക്ക് 90 വയസ്സോ ആയ സമയത്ത് ദൈവം പറഞ്ഞു ഒരു മകനെ തരും, ഒരു പുത്രനെ തരുമെന്ന് പറഞ്ഞപ്പോൾ ഉൽപ്പത്തി പുസ്തകം 17 പറയുന്നത് അബ്രാഹം കമഴ്ന്ന് കിടന്ന് ചിരിച്ചു, പക്ഷേ വിശ്വസിച്ചു, പുത്രനെ സ്വീകരിക്കാനുള്ള കൃപ സ്വീകരിച്ചു. എന്നിട്ടും ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്ന് വിശ്വസിച്ച ആളാണ് അബ്രാഹം. അവസാനം 22-ാം അധ്യായം, ഉൽപ്പത്തി 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ പുത്രനെ ബലിയർപ്പിക്കാൻ പറഞ്ഞ സമയത്ത് അതിനും തയ്യാറായി. അതുകൊണ്ട് അബ്രാഹത്തിനെ വിശ്വാസികളുടെ പിതാവായി സഭ അവതരിപ്പിക്കുന്നു. ഇനി ഒന്ന് ചിന്തിച്ചു നോക്ക്, 4-ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് വിശ്വാസം. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 11-ാം അധ്യായം 1-ാമത്തെ വാക്യം എന്താണ് വിശ്വാസം എന്ന് പറയുന്നുണ്ട്. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. ഈ നിർവചനം അബ്രാഹത്തിൻ്റെ ജീവിതവുമായി ഒന്ന് ചേർത്ത് വെച്ച് ആലോചിച്ച് നോക്കുമോ? ക്ലാസ് കഴിയുമ്പോൾ ഒന്ന് ഈ 4 കാര്യങ്ങൾ ചേർത്ത് വെച്ച് ഈ നിർവചനം കൂടി ഒന്ന് മനസ്സിൽ ഉരുവിട്ട് നോക്കണം. എങ്ങനെയാണ് അബ്രാഹം ആ നിർവചനം ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കി മാറ്റിയത്? 2-ാമത്തെ ഒരാൾ, ഉദാത്ത മാതൃക, പ്രത്യുത്തരത്തിൻ്റെ ഉദാത്ത മാതൃക, സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ ഉദാത്ത മാതൃക, പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മ, അമ്മയുടെ സമ്പൂർണ്ണ സമർപ്പണം നമുക്ക് കൃത്യമായിട്ടും കാണാൻ സാധിക്കും. അമ്മയുടെ സമ്പൂർണ്ണ സമർപ്പണം ലൂക്കായുടെ സുവിശേഷം 1:38, ഇതാ കർത്താവിൻ്റെ ദാസി. ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്ന് അമ്മയ്ക്കറിയാം, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. കോണ്ടെക്സ്റ്റ് നിങ്ങൾക്കറിയാം, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയാനുള്ള കാരണം നിങ്ങൾക്കറിയാം. അതിലേക്ക് വരുന്നില്ല. എലിസബത്തിൻ്റെ അടുത്തേക്ക് പരിശുദ്ധ അമ്മ എത്തി, ശുശ്രൂഷിക്കാൻ വേണ്ടി പോവാണ്. കിലോമീറ്ററുകൾ നടന്ന് എലിസബത്തിൻ്റെ അടുത്തെത്തിയ സമയത്ത് എലിസബത്ത് പരിശുദ്ധ അമ്മയെ കണ്ടപ്പോൾ പറഞ്ഞത്, കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. 1:45, ലൂക്കായുടെ സുവിശേഷം 1:45 പറയുന്നതാണ്. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ വിശ്വസിക്കും എന്ന് വിശ്വസിക്കാൻ സാധിച്ച നീ ഭാഗ്യവതി എന്നാണ് പറയുന്നത്. രക്ഷാകര പദ്ധതിയിലെ സജീവ സാന്നിധ്യം. മരിയ വാൾത്തോർത്തയുടെ പുസ്തകം, ഒരു ഖണ്ഡിക, വളരെ ഹൃദയസ്പർശിയാണ്. യേശുക്രിസ്തു പരസ്യ ജീവിതത്തിന് ഇറങ്ങുന്ന ദിവസം യേശുക്രിസ്തു രാവിലെ എഴുന്നേറ്റു, പരിശുദ്ധ അമ്മ എഴുന്നേറ്റു, പ്രഭാത ഭക്ഷണമൊക്കെ തയ്യാറാക്കി ടേബിളിൽ കൊണ്ടുവച്ചു. എല്ലാ ദിവസവും ടേബിളിൽ പ്രഭാത ഭക്ഷണം കൊണ്ടുവച്ചാൽ പരിശുദ്ധ അമ്മയും അവിടെ എത്തും. 2 പേരും ഒന്നിച്ചിരുന്ന് കഴിക്കുകയാണ് പതിവ് എന്ന് മരിയ വാൾത്തോർത്ത പറയും. പക്ഷേ ഇന്നത്തെ ദിവസം അമ്മയ്ക്ക് മകൻ്റെ മുന്നിലേക്ക് എത്താൻ പറ്റുന്നില്ല. കാരണം കണ്ണീര് ധാരധാരയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. യേശുപിതാവ് ലോകത്തുനിന്ന് പോയി, ഇനി മകനായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്, മകൻ ഇന്ന് ഇറങ്ങാൻ പോവാണ്. അമ്മ വാതിലിനിടയിൽ കൂടി മകനെ നോക്കുന്നത് മകൻ കണ്ടു. അമ്മയെ വിളിച്ചു കൊണ്ടുപോയി അടുത്തിരുത്തിയിട്ട് വീണ്ടും മരിയ വാൾത്തോർത്ത പറയാണ്, ഒരു ബ്രെഡിൻ്റെ കഷ്ണം പൊട്ടിച്ചെടുത്ത് ഒരു പീസ് അമ്മയുടെ വായിലേക്ക് വെച്ച് കൊടുത്തു. എന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മ വിഷമിക്കരുത്, ദൈവഹിതം ഇതാണ്, എനിക്ക് ഇറങ്ങിയേ പറ്റൂ. പക്ഷേ അമ്മയെ നോക്കാൻ, അമ്മയുടെ അടുത്ത് വരാൻ ഞാൻ ചാർച്ചക്കാരെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഞാൻ ഈ അടുത്തൊക്കെ വരുന്ന സമയത്ത് എൻ്റെ അമ്മയുടെ അടുത്ത് വരും, കാരണം എനിക്ക് എൻ്റെ അമ്മയെ കാണാതിരിക്കാൻ പറ്റില്ല. ഇത് വളരെയധികം ഈറനണിയിക്കുന്ന ഒരു രംഗം. അങ്ങനെ യേശുക്രിസ്തു ഇറങ്ങിയ യേശുക്രിസ്തു സഹിച്ച പീഡാസഹനങ്ങൾക്കൊക്കെ മൂകസാക്ഷിയായി നിന്ന പരിശുദ്ധ അമ്മ, മരിച്ച യേശുക്രിസ്തുവിൻ്റെ ബോഡി അമ്മയുടെ മടിയിലേക്ക് വെച്ച് കൊടുത്ത സമയത്ത് അമ്മയുടെ ഹൃദയം പിളർന്ന വേദന, ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്. ഇവിടെ ഒക്കെ ഒരു സഹരക്ഷകയെ പോലെ എല്ലാം സഹിച്ചുകൊണ്ട് നിൽക്കുന്ന പരിശുദ്ധ അമ്മ വിശ്വാസ സമർപ്പണത്തിൻ്റെ മൂർത്തിമത് ഭാവമായിട്ട് കത്തോലിക്ക സഭ നമ്മളെ പഠിപ്പിക്കുകയാണ്. തുടർന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വിശ്വാസത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. പ്രധാനമായിട്ടും 5 സവിശേഷതകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വിശ്വാസത്തിൻ്റെ 1-ാമത്തെ സവിശേഷത, വിശ്വാസം ദൈവദാനമാണ്. വിശ്വാസം ദൈവദാനമാണെന്ന് യേശുക്രിസ്തു പഠിപ്പിച്ചു. സംഭവം നിങ്ങൾക്കറിയാം. കേസറിയ ഫിലിപ്പിയിലെത്തിയപ്പോൾ യേശുക്രിസ്തു അപ്പസ്തോലന്മാരോട് ചോദിച്ചു, ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? ഉത്തരം വന്നല്ലോ, കുറേയധികം ആൾക്കാർ ഉത്തരം പറഞ്ഞല്ലോ. 2-ാമത്തെ ചോദ്യം നിങ്ങൾക്കറിയോ? കറക്റ്റാണ്, 2-ാമത്തെ ചോദ്യം, എങ്കിൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ എന്താണ് പറയുന്നത് എന്നെക്കുറിച്ച്? ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞു പത്രോസ്ലീഹ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം വന്ന സമയത്ത് യേശുക്രിസ്തു പറഞ്ഞു, മാംസരക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. യേശുക്രിസ്തു പറയുന്നത് വിശ്വാസം എന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. ഒരു വ്യക്തി വിശ്വാസത്തിലേക്ക് എത്തണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം
അത്യാവശ്യം. ഇത് നമ്മൾ സുവിശേഷങ്ങളിൽ കാണാം. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 12 വരെ വാക്യങ്ങളിൽ അപ്പസ്തോലന്മാരെ അയക്കുന്ന സമയത്ത് യേശുക്രിസ്തു ആത്മാവിനെ നൽകി ശക്തിപ്പെടുത്തിയിട്ടാണ് അവരെ അയക്കുന്നത്. ഇതും നമ്മൾ സുവിശേഷങ്ങളിൽ ഇനി ഉദാഹരണങ്ങൾ നിരവധി കാണാൻ സാധിക്കും. ഒന്ന് നമ്മൾ പഠിച്ചു, വിശ്വാസം ദൈവത്തിൻ്റെ ദാനമാണ്, എൻ്റെ കഴിവല്ല. രണ്ടാമത്തെ വിശ്വാസത്തിൻ്റെ സവിശേഷത, വിശ്വാസം മാനുഷിക പ്രവൃത്തിയാണ്. വിശ്വാസം ദൈവദാനമാണെങ്കിലും മാനുഷിക പ്രവൃത്തി എന്ന് പറയാൻ കാരണമുണ്ട്. വിശ്വസിക്കുക എന്നുള്ളത് എൻ്റെ സ്വാതന്ത്ര്യത്തിനും യുക്തിക്കും അനുസരിച്ചാണ്. എൻ്റെ സ്വാതന്ത്ര്യം എൻ്റെ യുക്തി, അതിനനുസരിച്ചാണ് എൻ്റെ വിശ്വാസം. നമ്മൾ ആലോചിച്ച് നോക്ക്, സൗഹൃദങ്ങൾ പോലും വിശ്വാസത്തിൽ അധിഷ്ഠിതമല്ലേ? സൗഹൃദങ്ങൾ പോലും വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. എനിക്ക് ഒരു വലിയ ദുഃഖം ഉണ്ടാവുന്ന സമയത്ത് ഞാനത് ഷെയർ ചെയ്യുന്നത് എൻ്റെ ഭാര്യയോട്. ആശ്വസിപ്പിക്കുമ്പോൾ എനിക്കൊരു റിലീഫ് കിട്ടും. ഞാൻ എന്തുകൊണ്ട് ഷെയർ ചെയ്തു എന്ന് ചോദിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ടവളാണ്, എനിക്ക് ഏറ്റവും അധികം വിശ്വാസമുള്ള ആളാണ്. നിങ്ങൾ പറയരുത് നിങ്ങൾക്ക് ഭാര്യയില്ല, പറയാൻ പറ്റില്ല എന്ന്. ഉറ്റ ചങ്ങാതിമാരോട്, അച്ഛനോട്, അമ്മയോട്, ടീച്ചേഴ്സിനോട്, ഇതൊക്കെ നമ്മൾ പരസ്പരം സംസാരിക്കുക. അങ്ങനെ സംസാരിക്കുന്നത് വിശ്വാസമുള്ളത് കൊണ്ട് തന്നെയാണ്. വിശ്വാസം ഇനി ഒരു മനുഷ്യൻ വിശ്വസിക്കാതിരിക്കാം, വിശ്വസിക്കാം. പക്ഷെ വിശ്വാസിയും അവിശ്വാസിയും തമ്മിൽ വ്യത്യാസമുണ്ട്. വിശ്വസിക്കുന്നവൻ, അതായത് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവൻ്റെ മാഹാത്മ്യം വർദ്ധിക്കും. മാഹാത്മ്യം വർദ്ധിക്കും എന്നതിന് 100 കണക്കിന് ഉദാഹരണങ്ങൾ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിയത്, ഇങ്ങനെ ഇന്ത്യ ചരിത്രം പഠിക്കുന്ന സമയത്ത് 1992 ഫെബ്രുവരി 5 നടന്ന സംഭവം എന്നെ അത്ഭുതപ്പെടുത്തി. ചൗരി ചൗര സംഭവം. ഗാന്ധി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് വന്ന് ആദ്യം അനൗൺസ് ചെയ്തു നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, നിസ്സഹകരണ പ്രസ്ഥാനം ബ്രിട്ടീഷുകാരോട്. അത് വളരെ ആക്റ്റീവായി എല്ലാ സംസ്ഥാനങ്ങളിലേക്കും പടർന്ന സമയത്ത് പെട്ടെന്നൊരു ദിവസം ഒരു ജാഥ നടത്തിയ സമയത്ത് പോലീസ് ഫയർ ചെയ്തു. കുറേയധികം ആൾക്കാർക്ക് അപകടം പറ്റി. ആ സമയത്ത് അക്രമാസക്തരായ ആൾക്കൂട്ടം ഒരു പോലീസ് സ്റ്റേഷൻ, ചൗരി ചൗരയിലെ പോലീസ് സ്റ്റേഷൻ കത്തിച്ചു കളഞ്ഞു. 22 പോലീസുകാർ വെന്തു മരിച്ചു. ആ സമയത്ത് മഹാത്മാഗാന്ധി പറഞ്ഞു നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു. സ്റ്റോപ്പ് ചെയ്തു എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വലിയ നെഹ്റു അടക്കം, നേതാജി സുഭാഷ് ചന്ദ്രബോസ് അടക്കമുള്ള ആൾക്കാർ പറഞ്ഞു ചരിത്രപരമായ മടത്തരാവൂത്. കാരണം അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല. കാരണം ജനങ്ങൾ ഒന്നിച്ച് ഈ തിന്മയ്ക്കെതിരെ പടപൊരുതുന്ന സമയത്ത് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കേണ്ട കാര്യമുണ്ടോ? ഗാന്ധി പറഞ്ഞു എൻ്റെ അഹിംസാ മാർഗത്തോട് ചേർന്ന് നിൽക്കാൻ ഇന്ത്യക്കാർ പഠിച്ചിട്ടില്ലെങ്കിൽ അതിന് കുറച്ചും കൂടി സമയം എടുത്തിട്ട് ചെയ്താൽ മതി. ഇത് ദൈവത്തോട് ചേരുന്ന ഒരു മനുഷ്യനിൽ നിന്ന് വരുന്നത് മാത്രമാണ്. ഇങ്ങനെ ഒത്തിരി പേരെ നമുക്ക് കണ്ടെത്താൻ പറ്റും. മാഹാത്മ്യം വർദ്ധിക്കണമെങ്കിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. 3, വിശ്വാസം യുക്തിയെ പൂർത്തീകരിക്കുന്ന ദാനമാണ്. വിശ്വാസി കൂടുതൽ പഠിക്കും ദൈവത്തെക്കുറിച്ച്, ദൈവിക കാര്യങ്ങളെക്കുറിച്ച്. അങ്ങനെ പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, ചിലപ്പോൾ നമ്മുടെ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത തരത്തിൽ കുറേയധികം കാര്യങ്ങൾ വരും. പക്ഷെ വിശ്വാസി ആയതുകൊണ്ട് ആ കാര്യങ്ങൾ അവൻ വിശ്വസിക്കും, അവനത് വിശ്വസിക്കും. ഇതാണ് മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ കാര്യങ്ങൾ പോലും വിശ്വാസത്തിൻ്റെ തലത്തിൽ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പൂർണ്ണമായ ജ്ഞാനത്തിലേക്ക് എത്താൻ മനുഷ്യന് സാധിക്കുമെന്നാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് സെൻറ്റ് അഗസ്റ്റിൻ പറയുന്നത് വിശ്വസിക്കാൻ വേണ്ടി ഞാൻ ഗ്രഹിക്കുന്നു, ഗ്രഹിക്കാൻ വേണ്ടി ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഇദ്ദേഹത്തിൻ്റെ പഠനമാണ്. 4, വിശ്വാസം നിത്യജീവിതത്തിൻ്റെ ആരംഭമാണ്. ഈ ഭൂമിയിലെ തീർത്ഥയാത്ര കഴിഞ്ഞ് നമ്മൾ സ്വർഗോന്മുഖമായൊരു യാത്രയാണ് ഇവിടെ നടത്തുന്നത്. വിശ്വസിക്കുന്നവൻ നിത്യജീവിതത്തിൻ്റെ ആരംഭം കുറിച്ചു എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. വിശ്വസിക്കുന്നവൻ ജീവിതത്തിൻ്റെ ആരംഭം എങ്ങനെ കുറിച്ചു എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു തരും കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 163 നമ്പർ. 163 പറയുന്നത് നമ്മൾ പ്രാപിക്കാനിരിക്കുന്ന സ്വർഗീയ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയോടെയാണ് നാം എല്ലാവരും ഈ ലോകത്തിൽ ജീവിക്കുന്നത്. അതിനാൽ വിശ്വാസം വഴി നാം നിത്യജീവിതത്തിന് ആരംഭം കുറിച്ചിരിക്കുന്നു. ലോകത്ത് വിശ്വസിക്കുമ്പോൾ കൂദാശകളിലൂടെ നിത്യജീവിതത്തിലേക്കുള്ള വഴി നമ്മൾ തുറക്കുന്നു. വിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കെടുക്കുന്ന സമയത്ത് സ്വർഗീയ ആനന്ദത്തിൽ നിൽക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നും കൂടി നമ്മൾ ആലോചിക്കണം ഈ സമയത്ത്. 5ാമത്തെ പ്രത്യേകത, വിശ്വാസം അനുദിനം സംരക്ഷിക്കപ്പെടേണ്ട ദാനം. അനുദിനം സംരക്ഷിക്കപ്പെടേണ്ട ദാനം എന്ന് പറയാൻ കാരണം സഭയുടെ ആരംഭം മുതൽ തന്നെ വിശ്വാസത്തിനെതിരായ ഒട്ടനേകം സിദ്ധാന്തങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും പ്രവണതകളും ഒക്കെ വന്നിട്ടുണ്ട്. ഇന്നും അനസ്യൂതം തുടരുന്നു. വിശ്വാസി വിശ്വാസത്തിൽ നിലനിൽക്കണമെങ്കിൽ അവൻ കൃത്യമായും ജീവിതത്തിൽ ശ്രദ്ധിക്കണം, നിഷ്ഠ വയ്ക്കേണ്ടി വരും എന്ന് തന്നെയാണ് സഭ പഠിപ്പിക്കുന്നത്.
ഹെബ്രായർക്കുള്ള ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നത്, നമ്മുടെ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിക്കുമെങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിൽ പങ്കുകാരാവുകയുള്ളൂ. തുടർന്ന് നമുക്ക് വിശ്വാസ വിഷയങ്ങൾ കാണാം. വിശ്വാസ പ്രമാണം ഏറ്റു ചൊല്ലുമ്പോൾ 12 വിശ്വാസ സത്യങ്ങൾ നമ്മളവിടെ കണ്ടിട്ടുണ്ട്. ഈ 12 വിശ്വാസ സത്യങ്ങളിൽ ആദ്യത്തെ ഒരു 3 വിശ്വാസ സത്യങ്ങൾ നമുക്ക് എടുത്തു നോക്കാം. അതിലൊന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് പരിശുദ്ധ തൃത്വത്തിലുള്ള വിശ്വാസം. കത്തോലിക്ക സഭയുടെ പരമമായ വിശ്വാസ സത്യമാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. 1, 2, 3 ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത് സൃഷ്ടാവായ ദൈവത്തെക്കുറിച്ചും രക്ഷകനായ ദൈവത്തെക്കുറിച്ചും ജീവദാതാവായ ദൈവത്തെക്കുറിച്ചും ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ തന്നെയാണ്. കൂദാശകളൊക്കെ പരികർമ്മം ചെയ്യുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ്. അഗസ്തീനോസ് ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് ഒന്നും മനസ്സിലാവുന്നില്ല. കടൽ തീരത്തോടെ നടക്കുന്ന സമയത്ത് ഇദ്ദേഹം നോക്കുമ്പോൾ ഒരു കുട്ടി ഒരു ചെറിയ കക്കയെടുത്ത് കടലിലെ വെള്ളം കോരി കരയിലേക്ക് ഒഴിക്കുന്നു. അഗസ്തീനോസ് കുട്ടിയോട് ചോദിച്ചു, നീ എന്ത് മണ്ടത്തര കാണിക്കണേ? കുട്ടി തിരിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു, അതിനേക്കാളും വലിയ മണ്ടത്തരാണ് ഇയാൾ ചിന്തിച്ചുകൊണ്ട് നടക്കുന്നത്. ഇത് കഴിഞ്ഞ സമയത്ത് ഇദ്ദേഹം പറഞ്ഞു, ഞാൻ പിന്നീട് കൂടുതൽ ചിന്തിച്ചില്ല, കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചില്ല. ത്രിയേക ദൈവത്തോട് ചേർന്ന് നിൽക്കാം നമുക്ക്. 2, സഭയിലുള്ള വിശ്വാസം. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ചൊല്ലുന്നതാണ്. യേശുക്രിസ്തുവിൻ്റെ തുടർച്ച സഭയാണ്. സുവിശേഷ പ്രഘോഷണം, കൂദാശകൾ പരികർമ്മം ചെയ്തുകൊണ്ടും ഒക്കെ സഭ യേശുക്രിസ്തു ലോകത്തിൽ ചെയ്ത ദൗത്യം തുടർന്നുകൊണ്ടേ പോകുന്നു. ആ സഭയോട് ചേർന്ന് നിൽക്കാൻ, സഭയുടെ വക്താവായി മാറാനുള്ള വലിയ ആഹ്വാനമാണ് ഇവിടെ നമുക്ക് 2ാമത്തെ വിശ്വാസ സത്യം നമ്മെ പഠിപ്പിക്കുന്നത്. 3, നിത്യജീവിതത്തിലുള്ള വിശ്വാസം. നിത്യജീവിതം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മരണശേഷം സ്വർഗം, നരകം, ശുദ്ധീകരണ സ്ഥലം, ഓപ്ഷൻസ് ആണ്. ഈ സഭ ഇങ്ങനെ പഠിപ്പിക്കുന്നു, ഒന്നെങ്കിൽ നരകം അല്ലെങ്കിൽ സ്വർഗം, അതിനിടയിൽ ശുദ്ധീകരണ സ്ഥലം. ഇങ്ങനെ പഠിപ്പിക്കുന്നത് കൊണ്ട് എനിക്ക് ഈ ലോകയാത്രയിൽ, ഈ ജീവിതയാത്രയിൽ കൂടുതൽ ദൈവത്തോട് ചേർന്ന് മാതൃകാപരമായി ജീവിക്കാനുള്ളൊരു പ്രേരണ, പ്രചോദനം എനിക്ക് കിട്ടുന്നു. വിശ്വാസ ജീവിതത്തിൻ്റെ വിവിധ തലങ്ങൾ. വിശ്വാസ ജീവിതത്തിൻ്റെ 1ാമത്തെ തലം സഭാതലമാണ്. സഭയോട് ചേർന്ന് നിൽക്കുക, കൂദാശകളിൽ സജീവമായി പങ്കെടുക്കുക, വിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കെടുക്കുക. പ്രധാനമായിട്ടും ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഇടവകയിൽ സജീവമായി പ്രവർത്തിക്കുക, ഇടവകയിലെ സംഘടനകളിൽ സജീവമായി പ്രവർത്തിക്കുക, പള്ളിയോട് ചേർന്ന് നിൽക്കുക. ജോൺ പോൾ 2 മാർപ്പാപ്പ പറയും, സ്നേഹത്തിൻ്റെ കൂദാശ എന്ന അപ്പസ്തോലിക ലേഖനം 73-ാം ഖണ്ഡികയിൽ, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലാതായിട്ടുണ്ടെങ്കിൽ അത് നൽകുന്ന സൂചന നിങ്ങളുടെ വിശ്വാസ ജീവിതം അപകടത്തിലാണ് എന്നതാണ്. ഞാൻ ചിന്തിക്കണം, എൻ്റെ വിശ്വാസ ജീവിതം അപകടത്തിലാണോ? 2, കുടുംബതലം. കുടുംബതലം എന്ന് പറയുന്നത്, കുടുംബം ഗാർഹിക സഭ എന്നാണ് വത്തിക്കാൻ കൗൺസിൽ കുടുംബത്തെ വിശേഷിപ്പിക്കുന്നത്. നമ്മുടെ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നുമൊക്കെ പകർന്നു കിട്ടിയ ഒരു വിശ്വാസം. ഇത് എല്ലാ കുടുംബത്തിൻ്റെ മക്കൾക്ക് കിട്ടിയ ഒരു വിശ്വാസം കുടുംബത്തിൽ നിന്നും വഴിയായി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. 3, വ്യക്തിതലം. ഞാൻ എൻ്റെ പേഴ്സണൽ പ്രയർ, വ്യക്തിപരമായ പ്രാർത്ഥന, എൻ്റെ വിശുദ്ധ ഗ്രന്ഥ പാരായണം, ഇതൊക്കെ എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഉജ്ജ്വലിപ്പിക്കും, വിശ്വാസ ജീവിതത്തിൽ കൂടുതൽ ആഴപ്പെടുത്തും. 4, സമൂഹതലം. സമൂഹത്തിൽ വിശ്വാസത്തിന് സാക്ഷ്യം വഹിച്ച കുറേയധികം വിശുദ്ധന്മാരുണ്ട്. ഇവർ നമ്മുടെ വിശ്വാസത്തെ ഉജ്ജ്വലിപ്പിക്കുന്നവരാണ്. ഇവരുടെ മാതൃക നമ്മളും പിന്തുടരേണ്ടതാണ്. ഒന്ന് ചിന്തിക്കാം പ്രിയപ്പെട്ടവരെ, നമുക്ക് അബ്രാഹത്തെ പോലെ, പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവിക വെളിപാടിനോട് പ്രത്യുത്തരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? 2, എനിക്ക് എൻ്റെ കുടുംബത്തോട് ചേർന്ന് നിന്ന്, സഭയോട് ചേർന്ന് നിന്ന് ക്രിസ്തുവായി മാറാൻ സാധിക്കുമോ? ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. വഴിയും സത്യവും ജീവനുമായ ഈശോയെ, അങ്ങ് പ്രത്യുത്തരിച്ചതുപോലെ ജീവിതയാത്രയിൽ ഞങ്ങളും വിശ്വാസത്തോട് പ്രത്യുത്തരിക്കാൻ, അബ്രാഹത്തെ പോലെ പ്രത്യുത്തരിക്കാൻ, പരിശുദ്ധ അമ്മയെപ്പോലെ പ്രത്യുത്തരിക്കാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങൾ കുടുംബത്തോടൊപ്പം ചേർന്ന് നിന്ന്, സഭയോട് ചേർന്ന് നിന്ന് മറ്റൊരു ക്രിസ്തുവായി മാറാൻ ഞങ്ങളെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഓർമ്മിക്കാൻ ഒരു വചനം.
സങ്കീർത്തന പുസ്തകം 139 അധ്യായം 2 വാക്യം. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു, എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്നു മനസ്സിലാക്കുന്നു. മനഃപ്പാഠമാക്കാം. പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന 5 ചോദ്യങ്ങളും ചർച്ചയ്ക്കുള്ള 2 ചോദ്യങ്ങളുടെ ഉത്തരവും എഴുതി നിങ്ങളെ അധ്യാപകരെ കാണിക്കണം. നല്ല ദിവസങ്ങൾ ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.